പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാവുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന വിട്ടുവീഴ്ചകളുടെയും നയതന്ത്ര ചർച്ചകളുടെയും ഒരധ്യായം വെറും മണിക്കൂറുകൾ കൊണ്ട് ചാരമായി മാറിയിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന ഉടമ്പടി പൂർണ്ണമായും അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മേഖല ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് വീണ്ടും നീങ്ങുകയാണ്. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. It's a very interesting question. To me, I think it's over. I don't want to deal with them anymore. They're scum. You know what scum is? They're scum. They're sick people. They're led by sick people. And they're vicious, violent people. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. മാസങ്ങളായി അന്താരാഷ്ട്ര മധ്യസ്ഥർ കെട്ടിപ്പടുത്ത സമാധാന ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളോടെ തകർന്നടിഞ്ഞു എന്നാണ് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ ഇനി വെറും സമയനഷ്ടം മാത്രമാണെന്നും അവരുടെ ഭരണാധികാരികളുമായി യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും താനില്ലെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സമാധാനത്തിന് അടിത്തറയാകുമെന്ന് കരുതിയ ധാരണാപത്രം ഇതോടെ വെറും കടലാസ് കഷണങ്ങളായി മാറുകയാണ്. ഈ പെട്ടെന്നുള്ള തകർച്ച കേവലം രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. ഈ പുതിയ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഈ പാതയിൽ വെച്ച് സൗദി അറേബ്യ, ഖത്തർ, ലൈബീരിയ എന്നീ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. രാജ്യാന്തര ജലപാതയിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നത് വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് US സെൻട്രൽ കമാൻഡ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചടികളിലൊന്നിന് ഉത്തരവിടുകയായിരുന്നു. അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും സംയുക്തമായി ഇറാന്റെ ഉള്ളിലേക്ക് തുളച്ചുകയറി 80-ലധികം സൈനിക കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ബോംബാക്രമണം നടത്തിയത്. ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകൾ, തീരദേശ റഡാറുകൾ, വിപ്ലവ ഗാർഡുകളുടെ ചെറുകിട ആക്രമണ ബോട്ടുകൾ എന്നിവ ഈ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചു. സൈനിക നടപടിക്ക് പുറമെ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് നൽകിയിരുന്ന താൽക്കാലിക ഉപരോധ ഇളവുകൾ US ട്രഷറി ഉടനടി റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ സാമ്പത്തികമായും സൈനികമായും ഇറാനെ ഒരേ സമയം പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് മുന്നിൽ പതറാതെ കടുത്ത തിരിച്ചടിയാണ് തങ്ങളും നൽകുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് പകരമായി അയൽ രാജ്യങ്ങളായ ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ബഹ്റൈനിലെ തന്ത്രപ്രധാനമായ ഷെയ്ഖ് ഈസ എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ പ്രധാന ആക്രമണം. കുവൈറ്റിലും ബഹ്റൈനിലും പുലർച്ചെ മുതൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് അപായ സൈറണുകൾ മുഴങ്ങിക്കേട്ടത് പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയും പരത്തിയിരുന്നു. തങ്ങളുടെ സൈന്യം അമേരിക്കയുടെ അത്യാധുനിക AQ-9 റീപ്പർ ഡ്രോൺ ബുഷേഹർ പ്രവിശ്യയ്ക്ക് മുകളിൽ വെച്ച് വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്ന് രാജ്യം ഔദ്യോഗിക ദുഃഖാചരണത്തിൽ കഴിയുന്ന വേളയിലാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചതെന്നും ഇതിന് അതിശക്തമായ മറുപടി നൽകുമെന്നും ഇറാന്റെ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങൾക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാന്റെ നീക്കം. ഈ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച US-ഇറാൻ യുദ്ധത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ വിലയിരുത്തേണ്ടത്. ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും മധ്യസ്ഥതയിൽ രൂപീകരിച്ച താൽക്കാലിക വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ജൂൺ പകുതിയോടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ധാരണാപത്രം വഴി 60 ദിവസത്തെ ചർച്ചകളിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രത്യാശിച്ചിരുന്നത്. എന്നാൽ ആ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളുടെ അവ്യക്തത ഇരു വിഭാഗവും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതോടെ ചർച്ചകൾ തുടക്കത്തിലെ പാളിപ്പോയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്കായിരിക്കണമെന്ന് ഇറാന്റെ വാശിയും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തലാക്കാതെ ഉപരോധങ്ങൾ നീക്കില്ലെന്ന അമേരിക്കയുടെ കടുത്ത നിലപാടും തമ്മിൽ പൊരുത്തപ്പെടാൻ സാധിക്കാത്തതിനായിരുന്നു ഈ സമാധാന ശ്രമങ്ങളുടെ പരാജയത്തിന് പ്രധാന കാരണമായത്. യൂറോപ്യൻ യൂണിയന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ നിരന്തരം ശ്രമിച്ചിട്ടും ഇരുപക്ഷത്തെയും ഒരേ മേശയ്ക്ക് ചുറ്റുമിരുത്താൻ സാധിച്ചിരുന്നില്ല. പരസ്പരമുള്ള അവിശ്വാസവും മേഖലയിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനുള്ള മത്സരവും ഒടുവിൽ സമാധാനത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു കഴിഞ്ഞു. ഈ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നാറ്റോ തലവൻ മാർക്ക് റൂട്ടെ അമേരിക്കയുടെ സൈനിക നടപടിയെ പൂർണ്ണമായി പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ യൂറോപ്യൻ സഖ്യകക്ഷികൾ ഇറാന്റെ കാര്യത്തിൽ തങ്ങളെ വേണ്ടത്ര സഹായിക്കുന്നില്ലെന്ന പരിഭവം പ്രസിഡന്റ് ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചു. യൂറോപ്യൻ യൂണിയന്റെ നയതന്ത്ര പ്രതിനിധി കാജ കല്ലാസ് ഈ ആക്രമണങ്ങൾ സാധാരണ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് ആശങ്ക
ആശങ്ക പ്രകടിപ്പിക്കുകയും അടിയന്തരമായി ഗൾഫ് രാജ്യങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ വിപണികളെയും ആഗോള എണ്ണ വിപണിയെയും ഈ വാർത്ത ഇതിനകം തന്നെ ഉലച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ തുടങ്ങിയത് വരും ദിവസങ്ങളിൽ ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമായേക്കാം. മേഖലയിൽ മറ്റൊരു പ്രധാന ശക്തിയായ ചൈനയും മധ്യസ്ഥ ചർച്ചകളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഖത്തറും എത്രയും വേഗം ഇരുവിഭാഗവും ആയുധങ്ങൾ താഴെ വെക്കണമെന്നും സൈനിക നടപടികളിലൂടെ ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന് ലോകം ഭീതിയോടെ നോക്കിക്കാണുകയാണ്. താൽക്കാലികമായി ഉണ്ടാക്കുന്ന സമാധാന കരാറുകൾക്ക് പശ്ചിമേഷ്യയിലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള ആഭ്യന്തരവും രാഷ്ട്രീയവുമായ തർക്കങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്ന പ്രതിസന്ധി. കേവലം ഉപരിപ്ലവമായ ചർച്ചകൾക്കപ്പുറം ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാനപരമായ സുരക്ഷാ ആശങ്കകളെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്തതാണ് ഈ ഉടമ്പടിയുടെ തകർച്ച അടിവരയിടുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നിരിക്കെ നയതന്ത്രത്തിന്റെ പാതകൾ പൂർണ്ണമായി അടയുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റാഗോള ശക്തികളുടെയും ഇടപെടലുകൾ എങ്ങനെയായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ഒപ്പം ലോകത്തിന്റെയും ഭാവി സുരക്ഷിതത്വം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.